എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് ഫീലിംഗ്സ് അല്ലെങ്കിൽ കറന്റ് ഇമോഷൻസ് എന്താണ്, നിങ്ങളോടുള്ള ആ ഒരു ഇൻറ്റിമസി എത്രത്തോളം കൂടുതലാണ്, അല്ലെങ്കിൽ നിങ്ങളോട് എന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കറന്റ്ലി എന്ത് ഇമോഷൻസ് ആണ് നിങ്ങളിലേക്ക് ഈ പേഴ്സൺ തരാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. സോ ആദ്യം തന്നെ മനസ്സ് ഏകാഗ്രമാക്കി വെക്കുക. മനസ്സിലുള്ള ചിന്തകളൊക്കെയും അല്പനേരത്തേക്ക് ഒന്ന് മാറ്റിവെക്കുക. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഏറ്റവും അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിംഗ് കിട്ടാനായിട്ട് നല്ലതുപോലെ പ്രാർത്ഥിച്ച റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ഇന്ന് ഞാൻ ഒറക്കിൾ കാർഡ്സ് വെച്ചിട്ടാണ് റീഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ഇവിടെ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്ന നോക്കൂ, മെഡിറ്റേഷൻ എന്നുള്ളൊരു കാർഡാണ്. സോ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരുപാട് മനസ്സിനെ നല്ല പോലെ കൺട്രോൾ നിർത്താൻ, അല്ലെങ്കിൽ മനസ്സ് നല്ല പോലെ ഒരു ഡിപ്രഷൻ മോഡിൽ നിന്നും ഈ വ്യക്തി അപ്ലിഫ്റ്റ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് വളരെയധികം ഒരു അശാന്തമായിട്ടുള്ള ഒരു മനസ്സ്, അസ്വസ്ഥമായിട്ടുള്ള മനസ്സ് ഈ വ്യക്തിക്ക് ഉണ്ടാകാം. ഈ ഒരു സമയത്ത് ഒരുപാട് അസ്വസ്ഥമാണ്. പക്ഷെ എങ്ങനെയെങ്കിലും ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജ് അല്ലെങ്കിൽ ഇങ്ങനെയൊരു വളരെയധികം വേദനിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെട്ടു വരണമെന്ന് ഈ വ്യക്തി വിചാരിക്കുന്നുണ്ട്. അതിനായിട്ട് ഈ വ്യക്തി മെഡിറ്റേഷൻ, യോഗ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാകാം. അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആകാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. യൂണിവേഴ്സൽ സപ്പോർട്ട് ലഭിക്കാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മേ ബി നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് ആൻഡ് പ്രേയേഴ്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തിയുടെ ഹീലിങ്ങിനായിട്ട്. അതായത് ഒരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ, വളരെയധികം സ്പിരിച്വലി കണക്റ്റഡ് ആകുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തിയുടെ മനസ്സ് ഒരുപാട് അസ്വസ്ഥമാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി മനസ്സിനെ നല്ല പോലെ ഒരു പ്ലീസ് ചെയ്യാൻ, അല്ലെങ്കിൽ വളരെയധികം ഒരു ഹാപ്പി ആയിട്ടിരിക്കാനുള്ള ആ ഒരു ഉപാധി എന്താണ് എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട്. മനസ്സ് അസ്വസ്ഥമാണ് എങ്കിൽ ഒന്നിലും ഈ വ്യക്തിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സോ തീർച്ചയായിട്ടും ഒരുപാട് പ്രേയേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് മാനിഫെസ്റ്റേഷൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ പോസിറ്റീവ് ഹീലിംഗിനെ കാണിക്കുന്ന കാർഡാണ്. യൂണിവേഴ്സൽ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്. മെഡിറ്റേറ്റ് ചെയ്ത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷനിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ പാസ്റ്റിൽ ഒരുപാട് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു നേച്ചറുള്ള വ്യക്തിയായിരിക്കാം. വളരെയധികം ഒരു എടുത്തുചാട്ടമുള്ള ഒരു പേഴ്സൺ, അല്ലെങ്കിൽ നിങ്ങളോട് വളരെ കയർത്ത് സംസാരിക്കുന്ന, നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത ഒരു വ്യക്തി. പക്ഷേ തെറ്റുകുറ്റങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ഈ വ്യക്തിക്ക്. തീർച്ചയായിട്ടും ഹീലിംഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് യു ആർ വർത്തി ഓഫ് ലവ്. അതായത് ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുടെ പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാനം എത്രമാത്രം വിലപ്പെട്ടതാണ്, എത്രമാത്രം നിങ്ങൾ ഇവരുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ പ്രണയത്തിന് എത്രമാത്രം ഈ വ്യക്തിയുടെ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്, എത്രമാത്രം പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ടും നിങ്ങളുടെ പ്രണയം കൊണ്ടും നിങ്ങളുടെ ആ ഒരു അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ കൊണ്ടുമാണ് ഈ വ്യക്തിയുടെ ലൈഫിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോയ ഒരു വ്യക്തിയാണ് എങ്കിൽ അവിടെ നിന്ന് തിരിച്ചടികൾ ലഭിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ വർത്ത്, നിങ്ങളുടെ പ്രണയത്തിന്റെ വർത്ത്, നിങ്ങൾ ഇവർക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണ്, എത്രമാത്രം അമൂല്യമാണ് എന്നുള്ളത് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു വർത്തിനെ കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ വാല്യൂ, നിങ്ങളുടെ ഇമ്പോർട്ടൻസിനെ കാണിക്കുന്ന കാർഡാണ്. മേ ബി മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ പോലുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് കൂടുതൽ കൂടുതൽ പോസിറ്റിവിറ്റിയിലോട്ട് ഈ വ്യക്തിക്ക് മാറാൻ സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മനസ്സിനെ വളരെയധികം ഒരു പോസിറ്റീവ് സൈഡിലോട്ട്, പോസിറ്റീവ് ഹീലിംഗിലോട്ട് കൊണ്ടെത്തിക്കാൻ ഈ വ്യക്തിയെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. പുതിയ പുതിയ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും ചിന്തകളെ കൊണ്ട് വളരെയധികം പോസിറ്റിവിറ്റിയിലോട്ട് മാറാനും ഈ വ്യക്തി ശ്രമിക്കുന്ന ഒരു സമയമാണ്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് വൺ സൈഡഡ് ലവ്. അതായത് ഈ കാർഡ് തന്നെ നോക്കൂ, ഇവിടെ ഒരാളുടെ പ്രണയമായിരുന്നു എപ്പോഴും കൂടി നിന്നിരുന്നത്. അതായത് നിങ്ങൾ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു എങ്കിലും തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് കാണിച്ച പ്രണയം അല്ലെങ്കിൽ സ്നേഹം അല്ലെങ്കിൽ സപ്പോർട്ടിനേക്കാൾ എത്രയോ 10 മടങ്ങ് കൂടുതലായിരുന്നു നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു ലവ് ആൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അത് ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പിൽ ഒരിക്കലും ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഉണ്ടായിട്ടില്ല. എപ്പോഴും നിങ്ങളായിരുന്നു ഈ വ്യക്തിക്ക് വേണ്ടി സഫർ ചെയ്തിരുന്നത്, എഫേർട്ട് എടുത്തുകൊണ്ടിരുന്നത്. വൺ സൈഡഡ് ലവ് ആണ് എന്ന് പോലും തോന്നിത്തക്ക രീതിയിൽ അത്രമാത്രം നിങ്ങളുടെ പ്രണയത്തിന് ഇവിടെ വാല്യൂ ഉണ്ട്. ഈ വ്യക്തി അത് മനസ്സിലാക്കുന്നുണ്ട്. ഈ വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ എത്രമാത്രം ഈ വ്യക്തിക്ക് വേണ്ടി സപ്പോർട്ടറായിട്ടും മോട്ടിവേറ്ററായിട്ടും
നിങ്ങളുടെ ആ ഒരു ലവും ഒക്കെ നിങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങളെ പോലും കെയർ ചെയ്യാതെ ഈ വ്യക്തിക്ക് വേണ്ടി നിന്നിരുന്നു. ഏതൊരു സമയത്തും ഏതൊരു സന്ദർഭത്തിലും ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും നിങ്ങൾ കൈത്താങ്ങായി നിന്നിരുന്നു. പക്ഷേ നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു ഈ ഒരു വ്യക്തിക്ക്. പലപ്പോഴും നിങ്ങളെ അവഗണിച്ചുകൊണ്ടും നിങ്ങളുടെ ആ ഒരു പ്രണയത്തെ ധിക്കരിച്ചുകൊണ്ടും മുന്നോട്ടേക്ക് പോയി. നിങ്ങളിൽ നിന്നും നിങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്നും പുറത്തേക്ക് പോയി. ഒരിക്കലും നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാകില്ല. എപ്പോഴും നിങ്ങൾ മാത്രം സഫർ ചെയ്യുക, നിങ്ങൾ മാത്രം എഫേർട്ട് എടുക്കുക, നിങ്ങൾ മാത്രം ഈ വ്യക്തിക്ക് വേണ്ടി എപ്പോഴും നിലകൊണ്ടു. പക്ഷേ തിരിച്ച് നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന സ്ഥാനമോ സ്നേഹമോ എപ്പോഴും ഇവിടെ ലഭിക്കാതെ വന്നിട്ടുണ്ടാകാം. അത്രമാത്രം നിങ്ങൾക്ക് ആ ഒരു പെയിൻ അല്ലെങ്കിൽ വേദന നിങ്ങൾ ഫീൽ ചെയ്തിട്ടുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ വ്യക്തിക്കും അത് മനസ്സിലാകുന്നുണ്ട്, റിയലൈസ് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിയിലേക്കും ആ ഒരു പോസിറ്റീവ് ചേഞ്ചസ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ട്രസ്റ്റ് എന്നുള്ളൊരു കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് വന്നിട്ടുണ്ടാകാം, മിസ്അണ്ടർസ്റ്റാൻഡിങ് എനർജി വന്നിട്ടുണ്ടാകാം. പലരും പലതും പറഞ്ഞ് നിങ്ങളെ തമ്മിൽ അകറ്റിയിട്ടുണ്ടാകാം. ഈ വ്യക്തിയോട് പല നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത്, ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത് വളരെ മോശമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാറ്റി. നിങ്ങളെ നല്ല രീതിയിൽ നിന്നിരുന്ന അല്ലെങ്കിൽ നല്ല പോലെ ഒരു പ്രണയബന്ധത്തിലായിരുന്ന നിങ്ങൾക്ക് പരസ്പരം പിരിയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തു. അല്ലെങ്കിൽ പരസ്പരം ഒരു ലെസ് കോണ്ടാക്റ്റിലോട്ടോ നോ കോണ്ടാക്റ്റിലോട്ടോ ഒക്കെ നിങ്ങൾ മാറിപ്പോയത് ചില ട്രസ്റ്റ് ഇഷ്യൂസ് കാരണമാകാം. അത് ഈ വ്യക്തിക്കും മനസ്സിലാകുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന വിശ്വാസവും നിങ്ങളിലേക്ക് അർപ്പിക്കേണ്ടുന്ന നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഒരു വിശ്വാസം നൽകാതെ പോയി. പലരുടെയും വാക്കുകൾ കേട്ട് എടുത്തു ചാടി എടുത്ത ഡിസിഷൻസ് ഇപ്പോൾ ഈ വ്യക്തിക്ക് തന്നെ ഒരു തിരിച്ചടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ തീർച്ചയായിട്ടും ഒരുപാട് ഈ വ്യക്തി വിശ്വസിച്ച ആളുകൾ, അത് ഒരിക്കലും അവരെ വിശ്വസിക്കാൻ കൊള്ളാത്ത വ്യക്തികൾ പോലുമായിരുന്നു. പക്ഷേ ഈ വ്യക്തിയോട് അവരുടെ ആ ഒരു പുറമേയുള്ള ആ ഒരു ബിഹേവിയർ കാരണം അല്ലെങ്കിൽ അവർ പറഞ്ഞു കൊടുത്തത് സത്യമാണ് എന്ന് കരുതി അങ്ങനെയുള്ള വളരെ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ വിശ്വസിച്ചു പോയി. അതിന്റെ ഭവിഷ്യത്ത് ഇപ്പോൾ ഈ വ്യക്തിയും നേരിടുന്നുണ്ട്. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെയും അത് ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടാകാം. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ആൻസേഴ്സ് അറൈവിംഗ് എന്നുള്ളൊരു കാർഡാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ ഒരു പോസിറ്റീവ് ചേഞ്ചിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില ആൻസേഴ്സ് നിങ്ങൾക്ക് ലഭിക്കണം എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കരുതുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആകണം അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് ചില കാര്യങ്ങളുടെ യാഥാർത്ഥ്യം നിങ്ങളെ അറിയിക്കണം. ചില ഹൈഡ് ചെയ്തു വെച്ച കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഈ റിലേഷൻഷിപ്പിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യത്തിന്റെ ഒരു പ്രോപ്പർ യെസ് ഓർ നോ നിങ്ങൾക്ക് അറിയണം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, വിചാരിക്കുന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ അത് ഈ വ്യക്തിയോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ടാകാം. പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് തരുന്നില്ല, സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ടേക്ക് പോകുന്നില്ല, സീരിയസ്നെസ് ഇല്ല, ഒരു കാര്യത്തിലും ഒരു സീരിയസ്നെസ് ഇല്ല, ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ വന്നു പോകുന്നു, ഒരിക്കലും ഒരു ക്ലാരിറ്റി തരുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും പല നെഗറ്റിവിറ്റീസും കാരണം നിങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഈ വ്യക്തിയോട് ചോദിക്കാനുണ്ട്. ഒരുപാട് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഉത്തരം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വൈകാതെ തന്നെ ലഭിച്ചിരിക്കും. ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ഓപ്പൺ ടോക്ക് ആഗ്രഹിക്കുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിക്കുന്നുണ്ട്. കോൾ മെസ്സേജ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. പല കാര്യങ്ങളുടെയും ഒരു യാഥാർത്ഥ്യ ബോധം ഈ വ്യക്തിയിൽ ഇപ്പോൾ കാണപ്പെടുന്നു. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ലഭിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഈ വ്യക്തി മനസ്സിലാക്കേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങളുടെ ഒരു യാഥാർത്ഥ്യ ബോധം ഈ വ്യക്തിക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം നിങ്ങളുടെ പ്രേയേഴ്സും മാനിഫെസ്റ്റേഷൻസും ഇവിടെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തിയുടെ മനസ്സ് പോസിറ്റീവായിട്ട് ട്രാൻസ്ഫോം ആകാൻ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക. കാരണം നിങ്ങളുടെ പേഴ്സന്റെ പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ആണ്, പോസിറ്റീവ് എനർജി ആണ് നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഓക്കെ, ലാസ്റ്റ്ലി നമുക്ക് ബോട്ടം ഓഫ് ദി ഡെക്ക് എനർജി ട്വിൻ ഫ്ലെയിം റെക്കഗ്നീഷൻ. തീർച്ചയായിട്ടും ട്വിൻ ഫ്ലെയിംസ് ആയിരിക്കാം, സോൾമേറ്റ്സ് ആയിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ ഇവരുടെ മൈൻഡ് തന്നെ ഒരു പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷനിലേക്ക് ഹീൽഡ് ആയിട്ടുള്ള അവസ്ഥയിലോട്ട് മാറുമ്പോൾ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് ആണ്. വെറുതെ ഒരു ഇൻഫാക്ച്വേഷൻ മാത്രമല്ല നിങ്ങൾക്കിടയിലുള്ളത്, പരസ്പരം വളരെയധികം അടുപ്പം അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മബന്ധം നിങ്ങൾക്കിടയിലുണ്ട്. സോൾമേറ്റ്സ് ആണ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിംസ് ആണ് നിങ്ങൾ എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. സോ ആ ഒരു റെക്കഗ്നീഷൻ അല്ലെങ്കിൽ ആ ഒരു റിയലൈസേഷൻ ഇപ്പോൾ ഈ വ്യക്തിക്ക്
കാണപ്പെടുന്നു. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സന്റെ എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യണം. കാരണം ക്ലെയിം ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജിയാണ് എന്ന് നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അതിനെ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിക്കുമ്പോൾ അത് റിയൽ ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഓക്കെ, സോ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുക, പ്രേ ചെയ്യുക, ക്ലെയിം ചെയ്യുക നിങ്ങളുടെ പേഴ്സന്റെ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു പോസിറ്റീവ്നെസ് നിങ്ങൾ ക്ലെയിം ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ സോൾ മെസ്സേജസ് കൂടി എടുത്തു നോക്കാം. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ എം സ്കേർഡ് ടു റീച്ച് ഔട്ട് ടു യു. അതായത് ഈ വ്യക്തിക്ക് ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ആളുകൾ ഈ വ്യക്തിയെ ഭയപ്പെടുത്തുന്നുണ്ട്. ചില ആളുകൾ ഒരു സപ്പോർട്ട് ഇല്ലാത്ത പോലെ ഈ റിലേഷൻഷിപ്പിൽ കാണപ്പെടുന്നു. മേ ബി ഈ വ്യക്തിക്ക് ഇമോഷണൽ ആയിട്ടുള്ള ബ്ലാക്ക് മെയിലിംഗ് ഒരുപാട് നേരിടേണ്ടി വരുന്നുണ്ട്. ഇവരുടെ ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ ഇവരുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട്സിൽ നിന്നോ ഒക്കെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെ ഇവിടെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് അടുക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുമ്പോഴും പല കാരണങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ പല തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടും അത് സാധിക്കാതെ പോകുന്നു. ഈ വ്യക്തിക്ക് ചില ആളുകൾ കാരണം അല്ലെങ്കിൽ ചില സത്യങ്ങൾ നിങ്ങളോട് വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ നിങ്ങൾ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഈ വ്യക്തിക്ക് എന്നേക്കുമായിട്ട് ദൂരെ പോകേണ്ടി വരുമോ എന്നുള്ള ഒരു ഭയമൊക്കെ കാരണമാണ് ഈ വ്യക്തി ചിലപ്പോഴെങ്കിലും നിങ്ങളെ കോൾ ചെയ്യണമെന്ന് വിചാരിച്ചാലും അത് സാധിക്കാതെ പോകുന്നത്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ റീകണക്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന സമയമാണ്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ, ചില ഫീലിങ്സ് അല്ലെങ്കിൽ ചില സിറ്റുവേഷൻ, ചില ആളുകൾ ഈ വ്യക്തിയെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ലെസ് കോൺഫിഡൻസ് കാരണം ഇവർ പലപ്പോഴും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ മടി കാണിക്കുന്നു. ഓക്കെ, സോ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രേയേഴ്സ് ആൻഡ് മാനിഫെസ്റ്റേഷൻസ് ഇവിടെ ഈ വ്യക്തിയുടെ ഹീലിംഗിനെ ഹെൽപ്പ് ചെയ്യും. കണ്ടിന്യൂ ചെയ്യുക നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്. തീർച്ചയായിട്ടും പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ വന്നിരിക്കും. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ കെപ്റ്റ് ദ ടെക്സ്റ്റ്. അതായത് നിങ്ങൾ അയച്ച ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അല്ലെങ്കിൽ നിങ്ങൾ അയച്ചിട്ടുള്ള നിങ്ങളുടെ മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ മെമ്മറീസ് ഒക്കെ ഈ വ്യക്തി ഇപ്പോഴും പ്രിസർവ് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി ഇപ്പോഴും സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അത്രമേൽ നിങ്ങളെ മറക്കാൻ ഈ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ മെമ്മറീസ് എപ്പോഴും ഈ വ്യക്തിയുടെ മനസ്സിൽ കൂടുതൽ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇറ്റ് ഡസന്റ് ഫീൽ റൈറ്റ് ബീങ് എപ്പാർട്ട് ഫ്രം യു. അതായത് നിങ്ങളിൽ നിന്നും മാറിപ്പോകുക, നിങ്ങളിൽ നിന്നും ദൂരെയായി നിൽക്കുന്നത് ഒരിക്കലും ശരിയല്ല അല്ലെങ്കിൽ ഒരിക്കലും അത് ഈ വ്യക്തിക്ക് അക്സെപ്റ്റബിൾ അല്ല. ഒരിക്കലും ഈ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യമല്ല. ചില സിറ്റുവേഷൻസ് കാരണം അങ്ങനെ ആയിപ്പോയതാണ്. അല്ലെങ്കിൽ ഈ വ്യക്തി ചില ആളുകളെ കണ്ണടച്ച് വിശ്വസിച്ചത് കൊണ്ടും ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് നെഗറ്റീവായിട്ട് ആക്ട് ചെയ്തത് കൊണ്ടും മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു വേദന അനുഭവിക്കേണ്ടി വരുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനോ ഒക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ക്യാൻ ഫീൽ യുവർ ഡിസയർ ഫോർ മീ. അതായത് ഇവർക്കറിയാം നിങ്ങളും ഇവർക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ഇവരെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇവരോടുള്ള ഒരു ഫീലിങ്സ്, ട്രൂ ഇമോഷൻസ് ഇപ്പോഴും ഉണ്ട് എന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു. അത്രമാത്രം ഒരു ടെലിപ്പത്തിക് കണക്ഷൻ നിങ്ങൾക്കിടയിലുണ്ട്. പറയാതെ അല്ലെങ്കിൽ കാണാതെ പോലും നിങ്ങളുടെ ഹൃദയങ്ങൾ, നിങ്ങളുടെ ആത്മാവ് തമ്മിൽ സംസാരിക്കുന്ന ഒരു സമയമാണ്. സോൾ കണക്ഷൻ ഉണ്ട്, സോൾ മേറ്റ്സ് ആണ് അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിംസ് ആണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരാൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതിന്റെ ഒരു മിറർ സെൽഫ് തന്നെയാണ് അല്ലെങ്കിൽ മിറർ ഇമേജ് തന്നെയാണ് മറ്റൊരു വ്യക്തിയിലും കാണപ്പെടുന്നത്. തീർച്ചയായിട്ടും രണ്ടുപേരും പരസ്പരം ആഗ്രഹിക്കുന്നുണ്ട്. അതിതീവ്രമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോകണമെന്ന് പരസ്പരം ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ഡോണ്ട് ഡിസയർ എനിവൺ ദ വേ ഐ ഡിസയർ യു. അതായത് ഈ വ്യക്തി പറയുന്നത് നോക്കൂ, മറ്റാരെക്കാളും അല്ലെങ്കിൽ മറ്റെന്തിനേക്കാളും മറ്റാർക്ക് കൊടുക്കുന്ന സ്ഥാനത്തെക്കാളും ഇഷ്ടത്തെക്കാളും നിങ്ങളെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ ഇവരുടെ ലൈഫിലേക്ക് ചേർത്ത് നിർത്താൻ അല്ലെങ്കിൽ അത്രമാത്രം ഒരു ഡിസയർ, അത്രമാത്രം ഒരു ഒബ്സഷൻ, ഒരു പൊസസീവ്നെസ്, ആഗ്രഹം നിങ്ങളോട് ഇവർക്കുണ്ട്. തീർച്ചയായിട്ടും അത്രമാത്രം ഒരു റൊമാൻറ്റിക് ഫീലിംഗ് അല്ലെങ്കിൽ അത്രമാത്രം ഇമോഷണലി കണക്റ്റഡ് ആകുന്നുണ്ട് നിങ്ങളുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ മറക്കാൻ സാധിക്കില്ല. ഓക്കെ, സോ തീർച്ചയായിട്ടും ഇത് ക്ലെയിം ചെയ്യുക. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ വാണ്ട് യു ഹിയർ നെക്സ്റ്റ് ടു മീ. അതായത് ഈ വ്യക്തി പറയുന്നത് നോക്കൂ, വീണ്ടും ഇവർക്ക് നിങ്ങളെ എത്രമാത്രം ഇഷ്ടമാണ് എന്ന് തെളിയിക്കുന്ന ഒരു മെസ്സേജ് ആണ്. ഇവരുടെ ലൈഫിൽ ഏറ്റവും അടുത്ത് നിൽക്കേണ്ടുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇവർ ഇപ്പോഴും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രസൻസ് ആണ്. നിങ്ങൾ ഇവരുടെ അടുത്ത് ചേർന്ന് നിൽക്കണം അല്ലെങ്കിൽ ഇവരുടെ ലൈഫിലേക്ക് നിങ്ങളെ കൂട്ടിയിണക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. എപ്പോഴും നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇവരുടെ അടുത്ത് വേണം. നിങ്ങളുടെ സാമീപ്യം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്.
നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് യു ഓൾവേസ് ന്യൂ ഹൗ ടു മേക്ക് മീ സ്മൈൽ. അതായത് നിങ്ങൾക്കറിയാം ഈ വ്യക്തി എങ്ങനെയാണ് സന്തോഷത്തോടെ നിർത്തേണ്ടുന്നത്, സന്തോഷവാനാക്കേണ്ടുന്നത് അല്ലെങ്കിൽ സന്തോഷവതിയാക്കേണ്ടുന്നത്. കാരണം ഏതൊരു അവസ്ഥയിലും ഏതൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും ഒരു ഹോപ്പും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ പോലും നിങ്ങൾക്ക് ഇവരെ മോട്ടിവേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പ്രസൻസ് അല്ലെങ്കിൽ നിങ്ങൾ കൂടെയുണ്ട് എന്നുള്ളൊരു ധൈര്യം മാത്രം മതി ഇവർക്ക് മുന്നോട്ടേക്ക് പോകാൻ. നിങ്ങളാണ് ഏതൊരു ഡൾ സിറ്റുവേഷനിലും ഡിപ്രസ്ഡ് സിറ്റുവേഷനിലും ഇവർക്കൊരു ഹോപ്പ് നൽകി ഇവരെ സന്തോഷിപ്പിക്കുന്നത്. ഇവരുടെ മുഖത്ത് ആ ഒരു ചിരി വരുന്നുണ്ടെങ്കിൽ അതിനുള്ള സോൾ റീസൺ എന്ന് പറയുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ്, നിങ്ങളുടെ പ്രണയമാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ കെയർ അബൌട്ട് വാട്ട് പീപ്പിൾ തിങ്ക് ഓഫ് us. അതാണ് നിങ്ങളുടെ റീസൺ. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ മെയിൻ ആയിട്ടുള്ള റീസൺ തേർഡ് പാർട്ടി, മറ്റുള്ളവർ എന്ത് പറയുന്നു, മറ്റുള്ളവർക്ക് അധീനനായിട്ട് അല്ലെങ്കിൽ അധീനയായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, മറ്റുള്ളവരുടെ വാക്കുകൾ കൂടുതൽ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ അവരുടെ വാക്കുകൾക്ക് കൂടുതൽ മുൻതൂക്കം നൽകുന്നു. അതിന്റെ ഫലമാണ് ഇപ്പോൾ നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഈ ഒരു അകൽച്ച, ട്രസ്റ്റ് ഇഷ്യൂസ്. ഓക്കെ, സോ മറ്റുള്ളവരുടെ വാക്കുകൾ കൂടുതൽ ഈ വ്യക്തി കേൾക്കുന്നുണ്ട്. മറ്റുള്ളവർ എന്ത് പറയും, സൊസൈറ്റി എന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ഇവരുടെ മനസ്സറിയുന്നില്ല. ഇവരുടെ മനസ്സെന്താണോ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം സന്തോഷമാണോ വിഷമമാണോ എന്ന് നോക്കാതെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും അവരുടെ വാക്കുകൾക്കും അഭിപ്രായങ്ങൾക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് കൊണ്ടാണ് ഈ ഒരു അവസ്ഥ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ഈ ഒരു സെപ്പറേഷൻ വിഷമാവസ്ഥ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഐ ഡോണ്ട് ലൈക്ക് വെൻ യു ഇഗ്നോർ മീ. അതായത് നിങ്ങളുടെ ഇഗ്നോറൻസ്, നിങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഇപ്പോൾ ഈ വ്യക്തിയെ ചേസ് ചെയ്യുന്നില്ല, ഇവർക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോയി എന്നുള്ളൊരു തോന്നൽ പോലും ഇവർക്ക് ഒരുപാട് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇഗ്നോറൻസും നിങ്ങൾ ഇവരെ അവോയ്ഡ് ചെയ്യുന്നതും ഒരിക്കലും ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. അത്രമാത്രം സ്ട്രോങ്ലി പൊസസീവ് ആണ് നിങ്ങളുടെ പേഴ്സൺ. നെക്സ്റ്റ് ഇവിടെ കിട്ടിയിട്ടുള്ളത് വൈ യു സോ മീൻ. സോ അതിന്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ മെസ്സേജ് ആണ്. നീ എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും ഒരു ദേഷ്യത്തോട് അല്ലെങ്കിൽ ഒരു വെറുപ്പോട് കൂടി അല്ലെങ്കിൽ നീ ഇത്രയും ഒരു വൈരാഗ്യത്തോട് കൂടി ഒരു അവോയ്ഡൻസ് ഒക്കെ കാണിക്കുന്നത് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ചോദിക്കുന്നത്. അതായത് ഒരു സമയത്ത് ഇവർ ഇതെല്ലാം നിങ്ങളോട് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങളെ അവഗണിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങളെ അവോയ്ഡ് ചെയ്തു പോയി, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങളെ അവിശ്വസിച്ചു അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പെയിൻ സിറ്റുവേഷൻ തന്നു. പക്ഷേ നിങ്ങൾ ഇവരെ അവോയ്ഡ് ചെയ്യുന്നതും നിങ്ങൾ ഇവരെ റിജക്ട് ചെയ്യുന്നത് പോലെയൊക്കെ തോന്നിയാൽ ഈ വ്യക്തിക്ക് അതൊരിക്കലും സഹിക്കാൻ പറ്റില്ല. ഈ വ്യക്തിക്ക് ഒരുപാട് ദേഷ്യം അല്ലെങ്കിൽ വിഷമം അതിൽ തോന്നിയേക്കാം. ഓക്കെ, സോ തീർച്ചയായിട്ടും ഈ ഒരു അവോയ്ഡൻസ് ഇവർക്ക് അക്സെപ്റ്റബിൾ അല്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് യു ആർ പെർഫെക്റ്റ് ഫോർ മീ. അതായത് നേരത്തെയും നമുക്ക് ട്വിൻ ഫ്ലെയിംസ് ആണ് എന്ന് മനസ്സിലായി, വീണ്ടും പറയുകയാണ് നീ എൻ്റെ പെർഫെക്റ്റ് പാർട്ട്ണർ ആണ്, നീ എനിക്ക് എത്രമാത്രം പെർഫെക്റ്റ് ആണ്, നിന്നെ അല്ലാതെ എനിക്ക് മറ്റാരെയും നിന്റെ സ്ഥാനത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണാൻ സാധിക്കില്ല. ഏതൊരു സിറ്റുവേഷനിലും നീ എൻ്റെ കൂടെ നിൽക്കുമെന്ന് എനിക്കറിയാം, തീർച്ചയായിട്ടും നിന്റെ സപ്പോർട്ട് എനിക്ക് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നു. ഒരു പെർഫെക്റ്റ് പാർട്ട്ണർഷിപ്പ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട്. ഈ വ്യക്തിക്ക് തീർച്ചയായിട്ടും റീകണക്ട് ചെയ്യണം, റീയൂണിയൻ വേണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. മേ ബി കുറച്ച് ആളുകൾക്കെങ്കിലും ഇപ്പോൾ സിറ്റുവേഷൻ ഒരുപാട് ഫേവറബിൾ അല്ലാത്ത പോലെ ആകാം. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്ത് ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് കാണുന്നുണ്ട്. ഒരുപാട് ആളുകൾ ഈ വ്യക്തിയെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രേയേഴ്സ് ആൻഡ് മാനിഫെസ്റ്റേഷൻസ് തീർച്ചയായിട്ടും ഇവിടെ ആവശ്യമുണ്ട്. ഈ വ്യക്തി ഹീൽഡ് ആകേണ്ടുന്നത് വളരെ ആവശ്യമാണ്. കാരണം ഈ വ്യക്തിയുടെ മനസ്സ് ഒരുപാട് അസ്വസ്ഥമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മാത്രമേ ഈ വ്യക്തിയുടെ മനസ്സ് ശാന്തമാക്കാനും നല്ലൊരു യൂണിയനിലോട്ട് നിങ്ങളെ കൊണ്ടെത്തിക്കാനും സാധിക്കുകയുള്ളൂ. പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഫുള്ളി ട്രാൻസ്ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു ഫുൾ റീയൂണിയൻ എനർജിയിലോട്ട് ഈ പേഴ്സൺ എത്തണമെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പേഴ്സന്റെ കംബാക്ക് അല്ലെങ്കിൽ ഹീലിംഗ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ പേഴ്സന്റെ പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷന് വേണ്ടി അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആ ഒരു മാറ്റത്തിന് വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക. റിസൾട്ട് നിങ്ങൾ എത്രമാത്രം വിശ്വാസപൂർവ്വം അല്ലെങ്കിൽ എത്രമാത്രം ആത്മാർത്ഥമായിട്ട് പോസിറ്റീവായിട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്നു, ആ റിസൾട്ടും അതേപോലെ ഫേവറബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, സോ എല്ലാവർക്കും ഒരുപോലെ റിസനേറ്റ് ആകണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റിസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക. അതേപോലെ തന്നെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെയധികം ആവശ്യമാണ്. അതേപോലെ തന്നെ കമന്റ് ആയിട്ട്
ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ്, നിങ്ങളുടെ പ്രേയേഴ്സ്, അതേപോലെ തന്നെ നിങ്ങളുടെ താങ്ക് യു മെസ്സേജസ് എഴുതാം. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് കൂടുതൽ കൂടുതൽ ബെറ്റർ ആകുന്നത് നിങ്ങൾക്ക് റിയാലിറ്റിയിൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻസ് എഴുതുമ്പോൾ, നിങ്ങൾ റീറൈറ്റ് ചെയ്യുമ്പോൾ, താങ്ക് യു മെസ്സേജസ് റീറൈറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് കൂടുതൽ ബ്ലെസ്സിങ്സ് ആണ് നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. ഇതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കൂടിയാണ്. ഓക്കെ, സോ എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ഹരേ കൃഷ്ണ.